ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ആൽമയുടെ കുടുംബക്കാർ വിഷ്ണുവിനെ പറ്റി പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ വിഷ്ണു എന്താണ് പോലീസുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതെന്നും പിന്നെ ഇതിനിപ്പം ഫുള്ളായിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ ഇനി ഇടുന്ന നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഈ ഒരു കാണുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പും കൂടി ചെയ്തേക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, സീരിയൽ താരമായിട്ടുള്ള മല്ലികയുടെ മകളായിരുന്നു ആൽമ എന്ന് പറയുന്നത്. ആൽമയും അതുപോലെ തന്നെ വിഷ്ണു, ഇവർ രണ്ടുപേരും വർഷങ്ങളായിട്ടുള്ള പ്രണയത്തിൽ ശേഷമായിരുന്നു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു വിഷ്ണു PSC കോച്ചിങ്ങിനൊക്കെ പഠിപ്പിക്കുന്ന അവിടെ പഠിക്കാൻ ചെന്ന ഒരു വ്യക്തിയായിരുന്നു, ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ആൽമ എന്ന് പറയുന്നത്. അതിന് ശേഷമായിരുന്നു ഇവർ തമ്മിൽ ഇഷ്ടമാവുന്നതും പിന്നെ കല്യാണം കഴിക്കാം എന്നുള്ള രീതിയിൽ തീരുമാനമൊക്കെ എടുക്കുന്നതും. അത് വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കുക, അവസാനം രണ്ട് കൂട്ടർക്കും ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറേ വർഷങ്ങളായി ഇപ്പം തന്നെ. ഈ ഒരു വർഷങ്ങളുടെ ഇടയിൽ തന്നെ ഇവർക്ക് കുട്ടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. കൂടുതലായിട്ട് ഈ ഒരു ആൽമയും അതുപോലെ തന്നെ വിഷ്ണുവിനെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയൊക്കെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ആൽമയുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ്, ഇവർ ഒരുമിച്ചുള്ള വീഡിയോസും അല്ലാത്ത കാര്യങ്ങളൊക്കെ മൃഗങ്ങളുമായിട്ടൊക്കെ ഉള്ള കുറേയധികം വീഡിയോസൊക്കെ ഇടാറുണ്ട്. അതുവഴി സോഷ്യൽ മീഡിയയിൽ വളരെ എല്ലാവർക്കും ഒരുവിധം അറിയാവുന്നവരാണ് ഈ ഒരു രണ്ട് കപ്പിൾസ് എന്ന് പറയുന്നത്, ആൽമയായാലും വിഷ്ണു ആയാലും. എന്തായാലും ഇവരെ പറ്റി ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എന്താണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഈ ഒരു വിഷ്ണുവിനെ നയിച്ചത് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴത്തേന് വിഷ്ണു പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറേയധികം കാര്യങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യ സമയങ്ങളിലൊന്നും വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ഒരു വിഷ്ണു ഉണ്ടെങ്കിൽ PSC കോച്ചിങ്ങിന് പഠിപ്പിക്കുന്നതിൻ്റെ രാവിലെ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ വൈകിട്ടാണ് വരുന്നത്. ഈ ഒരു സമയത്ത് ഫുള്ള് ഈ ഒരു ആൽമയുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ്, ഫുൾ ടൈം നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലാണ്. അതിലല്ലാതെ വേറെ നമ്മുടെ അടുത്ത് സംസാരിക്കാനോ ഒന്നും തന്നെ ഈ ഒരു ആൽമയ്ക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. താനുണ്ടെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഈ ഒരു ആൽമ ഫുൾ ടൈം ഫോണിലൊക്കെയാണ്. തനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് എന്തോ ഒരു ഒറ്റപ്പെടൽ പോലെ തോന്നുന്നുണ്ടായിരുന്നു. ഈ ഒരു ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലും ഇതിലൊക്കെ കുറേയധികം ഫ്രണ്ട്സ്, അവരോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് നേരിട്ട് സംസാരിക്കാനൊന്നും തന്നെ ഒരു സമയം ഈ ആൽമയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇത് തന്നെ കുറേയധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ അത് തന്നെ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത്രയും വർഷങ്ങളായിട്ട് കുട്ടികളുടെ കാര്യം ഉണ്ട് എന്നുള്ള രീതിയിലും പറഞ്ഞു, കുട്ടികൾ വേണം എന്നുള്ള രീതിയിൽ ആഗ്രഹമുണ്ടായിരുന്നു. അത് നടക്കാതിരുന്നത് കൊണ്ടും ഇതുപോലത്തുള്ള അടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ദിവസങ്ങളിൽ എന്താ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുകയും ഒരു ദിവസം രാവിലെ ഒരു 8 മണിയോടെ ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ അടിയും വഴക്കും ആവുകയും അങ്ങനെയാണ് വിഷ്ണു ഈ ഒരു കാര്യം ചെയ്യുന്നതും എന്ന് വിഷ്ണു പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നേരെ ഈ ഒരു വിഷ്ണുവിൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. സഹോദരൻ ഒരു വക്കീലാണ്. വക്കീലിൻ്റെ അടുത്ത് നിന്ന്, അതായത് സഹോദരൻ്റെ അടുത്ത് നിന്ന് കാര്യം പറയുന്നുണ്ടായിരുന്നു, ഇതേ കണക്ക് ഞാൻ ഇന്ന കണക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. ഇത് ഈ ഒരു സഹോദരൻ അറിഞ്ഞതും സഹോദരൻ ഉടനെ തന്നെ പോലീസിനെ വിളിക്കുകയും പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീട്ടിൽ വന്ന് നോക്കുമ്പോഴത്തേന് ആൽമയുണ്ടെങ്കിൽ രക്ഷിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം അവരുടെ നിയമ നടപടി കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് ഈ ഒരു വിഷ്ണു ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് മാത്രമാണോ എന്നുള്ള രീതിയിൽ പോലീസിന് കുറേയധികം ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അടുത്തുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്തും അയൽവക്കക്കാരൊന്നും അങ്ങനെ വലിയ രീതിയിൽ ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലൊന്നും കേട്ടിട്ടില്ല. ഒരുവിധം നല്ല രീതിയിൽ സന്തോഷമായിട്ട് തന്നെയാണ് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ വിഷ്ണു പറഞ്ഞൊരു കാര്യം, ഈ ഒരു കുട്ടിയില്ലാത്ത അതുപോലെ തന്നെ ഇതുപോലത്തെ ഫുൾ ടൈം ഈ ഫോണിലാണ്, എൻ്റെ അടുത്ത് സംസാരിക്കാനോ ഇതിന് പ്രശ്നമൊക്കെയാണ്. അപ്പോഴത്തേക്കും ഇതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നുള്ള രീതിയിലാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഒരുമിച്ച് സന്തോഷത്തോടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് ആൽമ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഇതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വലിയ രീതിയിൽ വിഷ്ണുവിനെ ഭയങ്കര ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷ്ണു ആൽമയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിലൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. ഇവർ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ആൽമയും ഈ ഒരു വിഷ്ണുവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിങ്ങനെ ഇവർക്ക് വെളിയിലേക്ക് അറിയുന്നില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും
വിഷ്ണുവിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് ആൾക്കാരൊക്കെ പറയാനുള്ളത് വളരെ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്, ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഇവർ നല്ല രീതിയിൽ ജീവിച്ച് പൊയ്ക്കൊണ്ടിരുന്നതാണ്, വലിയ കുഴപ്പങ്ങളോ ഒന്നും തന്നെ ഇവർക്കൊന്നും അധികം അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് മെയിനായിട്ട് പിന്നെ പോലീസിനൊരു ഡൗട്ട് ഈ ഒരു വിഷ്ണുവിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ വിഷ്ണു പറഞ്ഞ കാര്യങ്ങൾ ഫുള്ള് കറക്റ്റാണോ എന്നുള്ളതാണ്. വിഷ്ണു പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇതേ കണക്ക് കുട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് കുറേയധികം അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫോണിൽ എപ്പോഴും തന്നെ ആണ് എന്നുള്ള രീതിയിൽ ഇത് മാത്രമാണോ എന്നുള്ള രീതിയിലേക്ക് പോലീസിന് ഡൗട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പോലീസ് ഇപ്പോൾ ഏകദേശം ഒരു നിഗമനത്തിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷ്ണുവിനൊരു സംശയരോഗം എന്നുള്ള കാര്യവും കൂടിയുണ്ട്. ഈ ഒരു വിഷ്ണു വിശ്വസിക്കുന്ന ഈ ഒരു ഫോണിലൂടെ വേറെ മറ്റാരോ ആയിട്ട് ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ടാണ് ഇതുപോലെ വിഷ്ണു ചെയ്തത് എന്നുള്ള രീതിയിലാണ് പോലീസ് ഒരുവിധം മനസ്സിലാക്കിയേക്കുന്നത്. പക്ഷേ വിഷ്ണു അത് കംപ്ലീറ്റ് ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ഇതാണ് ഇപ്പോൾ അറിയാൻ പറ്റിയേക്കുന്ന ന്യൂസ്. പിന്നെ കുറേയധികം പേര് ഈ കുട്ടിയുടെ കാര്യം, കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ടായിരുന്നു. കുറേയധികം പേര് പറയുന്നുണ്ടായിരുന്നു ഇത് ആൽമയുടെ പ്രശ്നം കൊണ്ടാണ് കുട്ടിയാവാത്തത്, അതുകൊണ്ടാണ് വിഷ്ണുവിന് ഭയങ്കര ദേഷ്യവും ആൽമയോട് ഉണ്ടായിരുന്നത്, അതാണ് അവസാനം ഇങ്ങനെയൊക്കെ ആയത് എന്നുള്ള രീതിയിലൊക്കെ കുറേയധികം പേര് പറയുന്നുണ്ടായിരുന്നു. മറ്റു ചിലരാണെങ്കിൽ വിഷ്ണുവിനാണ് എന്തോ പ്രശ്നമുള്ളത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതിനെപ്പറ്റി ഇപ്പം ഈ ഒരു ആൽമയുടെ കുടുംബത്തിന് അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ കുടുംബക്കാരുമായിട്ടൊക്കെ കുറേയധികം ഓൺലൈൻ മീഡിയാസൊക്കെ ചെന്ന് ഇൻ്റർവ്യൂസൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ കുറേയധികം ഇൻ്റർവ്യൂസ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ കുറേയധികം ഇൻ്റർവ്യൂസ് എടുത്തതിൻ്റെ ഈ ഒരു ആൽമയുടെ കുടുംബത്തുകാരുടെയും അതുപോലെ തന്നെ ഈ ഒരു വിഷ്ണുവിൻ്റെയൊക്കെ കുടുംബത്തിൽ നിന്ന് ആൾക്കാരെടുത്ത് ചോദിക്കുന്ന സമയത്ത് വിഷ്ണുവിൻ്റെയൊക്കെ സഹോദരൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷ്ണുവിനാണ് ഇതേ കണക്ക് കുട്ടികളുണ്ടാവില്ല എന്നുള്ളതാണ്. ഇതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറച്ചു വെച്ചിട്ടൊന്നും അല്ല കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരുണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ വിഷ്ണു ഈ ഒരു ആൽമയെടുത്ത് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തനിക്ക് കുട്ടികളുണ്ടാവില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആൽമയ്ക്ക് മനസ്സിലായി എന്നതും അതുപോലെ തന്നെ ഈ ഒരു വിഷ്ണുവും കുടുംബവും ഇതേ കണക്ക് വിഷ്ണുവിനുണ്ടെങ്കിൽ ഇതേ കണക്ക് കുട്ടികളുണ്ടാവില്ല എന്നുള്ള കാര്യം ഈ ഒരു ആൽമയുടെ കുടുംബക്കാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കും ഇത് കൃത്യമായിട്ട് അറിയാം എന്നുള്ള കാര്യമായിരുന്നു വിഷ്ണുവിൻ്റെ സഹോദരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാൽ ഈ ഒരു ആൽമയുടെ കുടുംബക്കാരോട് ഇതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ആൽമയുടെ കുടുംബക്കാർ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല, വിഷ്ണു ഇത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല, അതുപോലെ തന്നെ ആൽമയും ഇത് അറിയാമെന്നുള്ള കാര്യം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു ആൽമയുടെ കുടുംബക്കാർ പറയുന്നത്. ഞങ്ങളുടെ അടുത്ത് ഇതൊന്നും വിഷ്ണു പറയാതെ ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് ആൽമയെ കല്യാണം കഴിച്ചത് എന്നുള്ള രീതിയിലായിരുന്നു ആൽമയുടെ കുടുംബക്കാർ പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്കാണ് ആൽമ ഇതിനെപ്പറ്റി അറിയുന്നത് തന്നെ, ഈ ഒരു വിഷ്ണുവിന് ഇതേ കണക്ക് പ്രശ്നമുണ്ട് എന്ന് ആൽമ തന്നെ ഇപ്പോഴാണ് അറിയുന്നത്. അതിന് ശേഷം ഉണ്ടെങ്കിൽ ആൽമയ്ക്ക് ഇനി ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ല, തനിക്ക് ഡിവോഴ്സ് വേണം എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ച് ഇതേ കണക്ക് വിഷ്ണുവിൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് ഡിവോഴ്സ് തരണം എന്നുള്ളത് പറയുകയും അതിന് ശേഷമാണ് ഇതേ കണക്ക് പ്രശ്നം ഉണ്ടാവുകയും ഇങ്ങനെയൊക്കെ ആയത് എന്നാണ് ആൽമയുടെ കുടുംബക്കാരുണ്ടെങ്കിൽ ഈ ഒരു മീഡിയാസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും സത്യം എന്താണ് എന്നുള്ളത് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതിപ്പോഴും അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായാൽ മാത്രമേ മൊത്തത്തിൽ എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.